iOS 14 ഒഫീഷ്യലി റിലീസായിട്ട് ഇപ്പോൾ ഏകദേശം 3 ദിവസമായി. അപ്പോൾ എല്ലാവരും iOS 14 ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. എങ്ങനെ നമ്മുടെ iOS 14 തന്നെ ഒത്തിരി കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻസിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റിയ ചെറിയൊരു കസ്റ്റമൈസേഷൻ ട്യൂട്ടോറിയലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നമുക്കൊരു കസ്റ്റം ഐക്കൺസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ മുമ്പ് ഇതിനെക്കുറിച്ചുള്ള ട്യൂട്ടോറിയൽസ് ഒത്തിരി അവൈലബിൾ ആണ്. പല തേർഡ് പാർട്ടി സൈറ്റ്സിലൊക്കെ നമ്മുടെ വാൾപേപ്പറൊക്കെ അപ്ലോഡ് ചെയ്ത് അതിനനുസരിച്ച് ആയിട്ടുള്ള കുറച്ച് ഐക്കൺസൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന വഴിയൊക്കെ ആയിരുന്നു അത്. അപ്പോൾ അത്രയും വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇന്നില്ല. നമ്മൾ നേരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് ഇന്ന് നമുക്ക് ആപ്പ് സ്റ്റോറിൽ തന്നെ ഒരു ആപ്പ് ഉപയോഗിച്ചാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ആപ്പിൻ്റെ പേര് ഷോർട്ട് കട്ട്സ് എന്നാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഷോർട്ട് കട്ട്സിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആപ്പിൾ സ്റ്റോർ ഇമോജി ബഡ്ജ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെ നമുക്കൊരു ഷോർട്ട് കട്ട്സ് ആപ്പ് ഉപയോഗിച്ച് ഓട്ടോമേറ്റ് ആയിട്ടുള്ള കമാൻഡ്സ് ചെയ്യാം, അതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് കയറി കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഒത്തിരി വിഡ്ജറ്റ്സ് നമ്മുടെ ഐഫോണിൽ തന്നെ അവൈലബിൾ ആണ് iOS 14 സോഫ്റ്റ്വെയർ ചെയ്തപ്പോൾ തന്നെ. പക്ഷേ ഇതിനേക്കാളും കുറച്ചുകൂടെ കസ്റ്റമൈസേഷൻ എബിലിറ്റീസ് വരുന്ന കുറച്ച് വിഡ്ജറ്റ്സ് ആപ്പ് ഞാൻ ഈ ഇടയ്ക്ക് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ 3 ആപ്ലിക്കേഷൻസാണ് എനിക്ക് നല്ല ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു ആപ്ലിക്കേഷനാണ് വിഡ്ജറ്റ് സ്മിത്ത് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ. ഇതിലിപ്പം ഞാൻ കുറച്ച് വിഡ്ജറ്റ്സ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും നമ്മുടെ സ്റ്റാൻഡേർഡ് വിഡ്ജറ്റ്സ് മാതിരി തന്നെ സ്മോൾ വിഡ്ജറ്റ് ഉണ്ട്, മീഡിയം വിഡ്ജറ്റ് ഉണ്ട്, ലാർജ് വിഡ്ജറ്റ് ഉണ്ട്. ഞാൻ ചെയ്ത കുറച്ച് വിഡ്ജറ്റ്സാണ് ഈ കാണുന്നത്. എന്നവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു സ്മോൾ വിഡ്ജറ്റ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല പല കസ്റ്റമൈസേഷൻ എബിലിറ്റീസാണ് ഇവിടെ കാണിക്കുന്നത്. ചിലതിന് പക്ഷേ നമുക്ക് പ്രോ ആപ്ലിക്കേഷൻ വേണം. പക്ഷേ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് നമുക്ക് സ്റ്റാൻഡേർഡ് ഫ്രീ വേർഷൻ തന്നെ അവൈലബിൾ ആണ്. ക്ലോക്ക് ആഡ് ചെയ്യാൻ പറ്റും, ഡേറ്റ് ടൈം, പിന്നെ ഫോട്ടോസ് ആഡ് ചെയ്യാൻ പറ്റും, കസ്റ്റം ഫോട്ടോസ് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ടെക്സ്റ്റ്, പല രീതിയിലുള്ള ടെക്സ്റ്റ് മാറ്റാൻ പറ്റും. പിന്നെ കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മുടെ ഫോട്ടോയ്ക്ക് അനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് വളരെ നല്ലൊരു വിഡ്ജറ്റ് ആപ്ലിക്കേഷനാണ്. ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് പറയാനുള്ളത് ഫോട്ടോ വിഡ്ജറ്റാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഒരു കസ്റ്റം ഫോട്ടോ നമ്മുടെ ഹോം സ്ക്രീനിൽ എപ്പോഴും ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു വിഡ്ജറ്റ് യൂസ് ചെയ്യാം. ഞാനിത് യൂസ് ചെയ്യുന്ന ഒരു വിഡ്ജറ്റാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ആകെ ഒരേ ഒരു ഫോട്ടോ മാത്രമേ ഞാൻ ഈ വിഡ്ജറ്റിൽ യൂസ് ചെയ്യുന്നുള്ളൂ. മൊത്തം 30 ഫോട്ടോസ് നമുക്ക് ഈ വിഡ്ജറ്റിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 30 ഫോട്ടോ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ജസ്റ്റ് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫോട്ടോസ് സെലക്ട് ചെയ്യാവുന്നതാണ്, 30 എണ്ണം. അതിനുശേഷം മുകളിലൊരു ഗിയറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഫോട്ടോ റിഫ്രഷ് ഇൻ്റർവൽ എന്ന് കാണിക്കും. ഇപ്പോൾ 30 ഫോട്ടോ നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഫോട്ടോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യാം, ഒരു ഫോട്ടോ എത്ര നേരം നമ്മുടെ ഹോം സ്ക്രീനിൽ കാണിക്കണമെന്ന്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ആ ടൈം ലിമിറ്റ് കഴിയുമ്പോൾ ആ ഫോട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് തൊട്ടടുത്ത ഫോട്ടോയിലേക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ വിഡ്ജറ്റിൽ ഇങ്ങനെ ആ ഒരു ടൈം ലിമിറ്റ് അനുസരിച്ച് ആ ഫോട്ടോസ് സ്ക്രോൾ ആയിക്കൊണ്ടിരിക്കും. അതാണ് ഈ ഒരു വിഡ്ജറ്റിൻ്റെ പ്രത്യേകത. ഞാൻ ജസ്റ്റ് ഒരേ ഒരു ഫോട്ടോ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഏതാണ് വിഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു വിഡ്ജറ്റാണ്. ഇവിടെ കാണാൻ പറ്റും നമുക്ക് വെതറിന് വേണ്ടിയുള്ള പല പല വിഡ്ജറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. ക്ലോക്ക്, പല ടൈപ്പിലുള്ള ക്ലോക്ക് നമുക്കിവിടെ ഉണ്ട്. അനലോഗ് ഉണ്ട്, ഡിജിറ്റൽ ഉണ്ട്. ബാറ്ററിക്കുള്ള വിഡ്ജറ്റ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ കലണ്ടർ നമുക്ക് വാൾപേപ്പർ അനുസരിച്ച് പല രീതിയിലുള്ള കലണ്ടറും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നേരെ ഷോർട്ട് കട്ട്സ് ആപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഷോർട്ട് കട്ട്സ് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഇത് ഞാൻ ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷോർട്ട് കട്ട്സാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മേളിൽ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസാണ് വരുന്നത്. അതിൽ നമുക്ക് ആഡ് ആക്ഷൻ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. എൻ്റെ ഇവിടെ മുകളിലൊരു സെർച്ച് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, സെർച്ച് ആപ്സ് ആൻഡ് ആക്ഷൻസ്. അതിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്കിപ്പം ഒരു ഐക്കണാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓപ്പൺ ആപ്പ് എന്നാണ് സെർച്ച് ചെയ്യേണ്ടത്. ഇവിടെ കാണാൻ പറ്റും ഓപ്പൺ ആപ്പ് എന്ന് വന്നിട്ടുണ്ട്, അതൊന്ന് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഏത് ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്നുള്ള ചൂസ് ഓപ്ഷൻ ഉണ്ട്. ആ ചൂസ് സെലക്ട് ചെയ്യുക. ചൂസ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ
നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഓപ്പൺ ആയി വരുന്നുണ്ട്. ഞാൻ അവിടെ ജസ്റ്റ് വീഡിയോ പർപ്പസിന് വേണ്ടി സെറ്റിങ്സ് ഒന്ന് സെർച്ച് ചെയ്യുന്ന സെറ്റിങ്സ് ആപ്ലിക്കേഷന് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഐക്കൺ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ സെറ്റിങ്സ് സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ടൊരു 3 ഡോട്ട് കാണാൻ പറ്റും, അതിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് വരും. ഇതിൽ ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വരും. ഇതിന് നമുക്കിവിടെ താഴെ കാണാൻ പറ്റും ഒരു ഐക്കണും ഉണ്ട്, ന്യൂ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞൊരു നെയിമും ഉണ്ട്. നമുക്ക് ആദ്യം ആ ന്യൂ ഷോർട്ട് കട്ടിന് തൊട്ടടുത്തുള്ള ഐക്കണിലൊന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും 3 ഓപ്ഷൻ വരും. ടേക്ക് ഫോട്ടോ എന്ന് വരും, ചൂസ് ഫോട്ടോ, ചൂസ് ഫയൽ. ടേക്ക് ഫോട്ടോ എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ക്യാമറ വെച്ചൊരു ഫോട്ടോ എടുക്കാം. ചൂസ് ഫോട്ടോ എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോസ് ആപ്ലിക്കേഷനിൽ സെലക്ട് ചെയ്യാം. ചൂസ് ഫയൽ എന്ന് പറയുന്നത് നമ്മുടെ ഫയൽസ് ആപ്പിൽ നിന്ന് ഏതെങ്കിലും ഫോട്ടോ സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ജസ്റ്റ് ചൂസ് ഫോട്ടോ സെലക്ട് ചെയ്യും. ചൂസ് ഫോട്ടോ ഞാൻ നേരെ പോയിട്ട് ഒരു ഐക്കൺ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഐക്കൺസൊക്കെ നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇമേജ് കിട്ടും. നമുക്കത് ഇമേജ് ആയിട്ട് തന്നെ മതി, അല്ലാതെ വേറെ ഫോർമാറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒരു JPG ഫയലായിരുന്നാൽ മതി. നമുക്കിത് ആവശ്യാനുസരണം നമുക്ക് റീസൈസ് ചെയ്ത് കൊടുക്കാം. ചെറിയ ഐക്കൺ വേണ്ടെങ്കിൽ നമുക്ക് ചെറിയതായിട്ട് വെച്ചാൽ മതി. അതിൽ വലിയ ഐക്കൺ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഈ ഒരു സൈസിൽ വെച്ച് കൊടുക്കാം. ഒത്തിരി വലുതാക്കണമെങ്കിൽ നമുക്ക് വലുതാക്കാൻ പറ്റും, വലിയ ഐക്കണായിട്ട് വരും. നമുക്ക് ഏകദേശം ഈ ഒരു ഐക്കൺ മതി. നമുക്ക് ചൂസ് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഐക്കണിന് ലേബൽ കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ ലേബൽ കൊടുക്കാവുന്നതാണ്. സെറ്റിങ്സ് എന്ന് ലേബൽ കൊടുക്കാം. അതെല്ലാം ഞാൻ ഇപ്പം കംപ്ലീറ്റ് ഒരു ബേസിക് ഒരു മിനിമൽ സെറ്റപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേരൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ട് വിടുകയെന്ന് പറയും. എന്നിട്ട് തൊട്ട് മേളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ കാണാൻ ആഡ് ടു ഹോം സ്ക്രീൻ കാണിക്കും. ഇപ്പോൾ നമ്മുടെ ഷോർട്ട് കട്ട് അവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ മേളിൽ ഡൺ കൊടുക്കാം. അതിനുശേഷം ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല, ഇതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ മേളിൽ നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. കൂടെ നമുക്ക് ഷോർട്ട് കട്ട് ഒരു നെയിം കൊടുക്കണം. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഷോർട്ട് കട്ട് ആപ്പിനകത്ത് ഈ ഒരു ഇത് ഐക്കണിന് വേണ്ടിയുള്ളൊരു ഓപ്ഷൻ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ്. ഐക്കൺ നമ്മുടെ ഷോർട്ട് കട്ട് ആപ്പിനകത്ത് ഇങ്ങനൊരു ഐക്കൺ ഏത് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു നെയിം കൊടുക്കുന്നത്. അപ്പം ജസ്റ്റ് നമുക്ക് സെറ്റിങ്സ് ഒന്ന് കൊടുക്കാം. ഞാൻ തൊട്ട് മുമ്പേ ഒരു സെറ്റിങ്സ് കൊണ്ടുവരുന്നുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒരു ഡോട്ട് കൊണ്ട് ലാസ്റ്റ് കൊടുക്കും. ഇത് പക്ഷേ ഈ പേര് നമുക്ക് ഹോം സ്ക്രീനിൽ കാണിക്കത്തില്ല. ജസ്റ്റ് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു പേര്. നമുക്ക് ഡൺ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സെറ്റിങ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും പച്ച കളറിൽ സെറ്റിങ്സ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം വന്നിട്ടുണ്ടോ എന്ന്. ഇവിടെ കാണാൻ പറ്റും ഇതാണ് നമ്മുടെ ഐക്കൺ. നമുക്ക് ജസ്റ്റ് ഈ ഒരു ഇവിടുന്ന് ഈ ഐക്കൺസൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. മാറ്റി തൊട്ടടുത്ത പേജിൽ ഇട്ടാം. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇവിടെ ആക്കി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കസ്റ്റം ഐക്കൺസ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഐക്കൺസ് ആണെങ്കിൽ നമുക്ക് ഗൂഗിളിൽ എല്ലാം അവൈലബിൾ ആണ്. ജസ്റ്റ് ഫോട്ടോസ് സേവ് ചെയ്ത് നമുക്ക് ഇത് കണക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഈ ഫോട്ടോസ് മൊത്തം ഞാൻ ഈ ഐക്കൺസിൻ്റെ എല്ലാം ഫുള്ള് ഞാൻ ഗൂഗിളിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തതാണ് ജസ്റ്റ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് ഇത് കണക്ക് ആവശ്യമുള്ള എല്ലാ ഐക്കൺസും നമുക്ക് ഇത് കണക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സെറ്റിങ്സിലോട്ട് പോകുന്നതായിരിക്കും. ഫസ്റ്റ് ഷോർട്ട് കട്ട്സ് ആപ്പ് ഓപ്പൺ ആയിട്ട് നേരെ സെറ്റിങ്സിൽ പോകുന്നതായിരിക്കും. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കസ്റ്റമൈസേഷൻ ആണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുന്ന വഴി ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലത്തെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതായിരിക്കും. സീ യു.